നമ്മൾ അവിടെ നിന്ന് ആ ഒരു ട്രാവലിൽ നിന്ന് ഇറങ്ങി യെല്ലോ ലൈൻ ഫോളോ ചെയ്ത് നമ്മൾ ന്യൂഡൽഹി യെല്ലോ ലൈനിൻ്റെ മെട്രോയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. സോ കൺഫ്യൂസിങ് ബിക്കോസ് ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. വന്നിട്ട് അപ്പോൾ നമ്മൾ എവിടെ ഇങ്ങനെ വന്നിട്ട് അവരോട് ചോദിച്ചു എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചോദിച്ചു കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ പേർക്കാൻ ശാന്തിച്ചായില്ല, അതായത് കാൽപ്പാടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, അപ്പുറത്തേക്കൂടെ പോണതൊരു മെട്രോയാണ്. ഇവിടുത്തെ ഡോർസൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള അതിന് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഡോർ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സോ ഇതൊരു എന്തോ ഒരു മ്യൂസിയം പോലെയാണ് ഇവർ ചെയ്തേക്കണത്. ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ മേക്കിങ് നടത്തിയേക്കണത്. എല്ലായിടത്തും ഇങ്ങനെ കൈയും കുപ്പിക്കുന്നൊരു ചേച്ചി ഉണ്ടാവും. ഇതിങ്ങനെ കാണാൻ പോലെ കാണാൻ എൻ്റെ ദൈവം. പിന്നെ സ്റ്റെപ്പോ എൻ്റെ ദൈവമേ, ഇവർക്ക് എക്സ്കലേറ്റർ നമ്മുടെ സംഭവം അറിയില്ല പോലും. അതിനപ്പോ ഇവിടെ വന്നതിന് ശേഷം നടന്നാണ് എൻ്റെ പൊന്നേ, എൻ്റെ ഇഴപ്പ് ഇരിഞ്ഞെന്നൊക്കെ പറയാമല്ലോ. അത്രേ ഞാൻ സത്യമായിട്ടും തളർന്ന് തൊപ്പിട്ടു എന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഞാൻ സ്കൂട്ടർ റെൻ്റിനെടുക്കാൻ ഉദ്ദേശിക്കുന്ന പോലും. എത്ര പൈസ ആയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചു. അത്രയും ടയർഡായിട്ടുണ്ട്. ഓ, ചെറിയ ചെറിയ പടികളാണ് കേട്ടോ. കണ്ട, ഇതാണിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനാണിത്. അപ്പോൾ നമ്മളിവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുവാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പൈസ ചോദിക്കണ കേട്ടിട്ട് തന്നെ. ഇവരെന്തോ ഈ അന്യഗ്രഹ ജീവികളുടെ അടുത്ത് പൈസ ചാർജ് ചെയ്ത പോലെയാണ് നമ്മുടെ അടുത്ത് പൈസക്ക് പറയണത്. 2 കിലോമീറ്റർ പോകാൻ അവർക്ക് 80 രൂപ വേണമെന്നാണ് പറയണേ. ആഹാ, നല്ല രസമുണ്ട് കാണാൻ. സംഭവം അടിപൊളി ഒക്കെയാണ്. നമ്മളപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് ഒരു ഓട്ടോ പിടിച്ചു. അപ്പോൾ ഇയാൾ 50 രൂപയ്ക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. 50 രൂപയ്ക്കുള്ളതും ഇല്ല, പക്ഷെ 50 രൂപ വലിയ കുഴപ്പമില്ല. അവരൊക്കെ 80 രൂപ വെച്ചപ്പോൾ 50 രൂപ ഇയാൾ പറഞ്ഞത് കുഴപ്പമില്ലാന്ന് തോന്നിയ കാരണം ഇപ്പോൾ നമ്മൾ പോവുകയാണ് ഇന്ത്യ ഗേറ്റിലേക്ക്. ഇത് ഇവിടെ ആണെങ്കിൽ നടക്കണത് പുതിയ പാർലമെൻറ്റ് ഹൗസിൻ്റെ ബിൽഡിംഗ് ആണ്. ഇവിടെ അല്ലാണ്ട് ഇപ്പം നമ്മൾ പുറമേ കണ്ട ഒരു വലിയ അകക്കെട്ട് കണ്ടത് പാർലമെൻറ്റ് ഹൗസ് പുതിയതായിട്ട് പണിയണതാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതെന്താണെന്ന് എനിക്ക് സംഭവം പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തോ ഒരു സംഭവമാണ്. എന്തായാലും നെഹ്റുജീൻ്റെ ഒരു പ്രതിമ മുന്നിലുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ബിൽഡിങ്സ് എല്ലാം തന്നെ ഈ പതാകയുടെ കളറിൽ ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബിൽഡിങ്സ് ആണ്. ഇതെല്ലാം ഗവൺമെൻറ് ബിൽഡിങ്സ് ആണോ എന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ എല്ലാം തന്നെ ഇങ്ങനെ ഒരു കളർ തീമിലാണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി ബിൽഡിങ്, ഇപ്പം ഞാൻ ഇറങ്ങി വന്ന മെട്രോ ആയിക്കോട്ടെ, പിന്നെ ഞാനങ്ങ് പോയ വഴിക്ക് കണ്ട ഒരുപാട് ബിൽഡിങ്സ് ഈ സെയിം കളർ തീമാണ്. ഇനി ചെന്ന് കണ്ടപ്പോൾ ഇന്ത്യ ഗേറ്റും അതേ കളർ തീം തന്നെയായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ മാൻസിംഗ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ വന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. റിയലി ഹോപ്പ് ടിക്കറ്റ് ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു ടൂറിസ്റ്റായിട്ട് ഡൽഹിയിൽ വന്ന് നമുക്ക് തോന്നും ഭയങ്കര അടിപൊളിയാണ് നമുക്ക് തോന്നും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പാട്രിയോട്ടിസവും ഫസ്റ്റ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു സ്ഥലം, പിന്നെ ഫസ്റ്റ് പ്രധാനമന്ത്രി അതായത് നെഹ്റുജിക്ക് വേണ്ടി ഒരു വീടും നെഹ്റുജി വെച്ചത് വീടും സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചേക്കണം. അതുപോലെ ഇന്ദിരാഗാന്ധി മരിച്ച സ്ഥലങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഇതൊക്കെ പാട്രിയോട്ടിസം തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ വേറൊരു സ്ഥലവും സൈഡോടെ ഉണ്ട്. ഒട്ടും വൃത്തിയില്ലാതെ, ഒന്നിനും വേണ്ടി പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു
മുക്കും മൂലയിലും ചെളിയും മറ്റേ ഡ്രെയിനേജ് വാട്ടറും ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് അന്ന് വന്നപ്പോഴും ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പാർക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചാണ് സ്ഥലത്തിൻ്റെ 4 ഇടം കൊടുത്ത് ഓരോരോ വീട് വെച്ച് കൊടുത്താൽ അതിപ്പോൾ പാട്രിയോട്ടിസം ശരിയാണ്, അത് ശരിയാണ്, ഇതൊക്കെ വേണം. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഗതി ഇത്രയും ദുർഘടമായിട്ടിരിക്കുമ്പോൾ ഈ പാട്രിയോട്ടിസത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. പോവർട്ടി ലെവൽ ഇത്രയും ഹൈ ആണ്. പീപ്പിൾ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. ലൈഫിലൊന്നും ഇവർക്കൊന്നും ആക്കെടുക്കാൻ പറ്റുന്നില്ല. കുറേ പിള്ളേരുമായിട്ട് കുറേ കുഞ്ഞു പെണ്ണുങ്ങൾ ഈ പൊട്ട ഉടുപ്പുകളൊക്കെ ഇട്ട് നടക്കുന്ന ഈ മനുഷ്യന്മാർക്കൊക്കെ ഒരു നല്ല വീട് വെച്ച് കൊടുത്താൽ തന്നെ അവരൊക്കെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് ജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നോ, വീണ്ടും പറ്റിക്കപ്പെടാൻ വേണ്ടി ഡൽഹിയിൽ വന്ന ഒരവസ്ഥയാണ് നമ്മുടെ. 50 രൂപ കൊടുത്തോണ്ട് അയാൾ ഒരു ദൂരമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടു. അതിന് നടുക്കൊക്കെ റോഡ് പോകണം. കാരണം വീണ്ടും ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. ഈ ആൾക്കാരൊക്കെ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കുന്നവരാ. നമുക്കും ഇനി താഴത്തേക്കടെ പോയി റോഡ് ക്രോസ് ചെയ്യേണ്ട അവസ്ഥയാണ്. വല്ലാത്തൊരു നാടാണ് കേട്ടോ അത്. ദൈവമേ, എൻ്റെ പൊന്നു മനുഷ്യരെ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന സംഭവം. വളരെ ഒരു അടിപൊളി സംഭവമാണിത്. അവരിങ്ങനെ ലൈറ്റ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അതുപോലെ തന്നെ മുകളിൽ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പകൽ സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇതിനകത്ത് എഴുതിയ സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചുപോയ എല്ലാ ആർമി ആൾക്കാരുടെയും പേര് കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഇവിടെ ഇങ്ങനെ നല്ലൊരു രസമായിട്ട് ഒരു പണിത് വെച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ പേരുകളാണ് കൊത്തി വെച്ചേക്കണെന്നാണ് പറയണത്. കുഴപ്പമില്ല, നല്ലൊരു നൈസൊരു സംഭവമാണ്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ നോക്കിയാൽ അതിന് ചുറ്റിനും വലിയ പാർക്കാണ് കേട്ടോ. ചുറ്റിനും നടക്കാനുള്ള ഒരു ഏരിയ, വലിയ പാർക്കും ഒക്കെയാണ്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോസിൽ ഇത് ചെറുതായിട്ട് വരും. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രസമാക്കി വെച്ചിരുന്ന സംഭവം കൂടെയാണ്. റിപ്പബ്ലിക് ഡേയുടെ ഇപ്പം നമ്മൾ റിപ്പബ്ലിക് ഡേയുടെ അടുത്തായിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ഇവിടെ അതിനുള്ളൊരു സെറ്റപ്പാക്കി വെച്ചിരുന്ന സാധനമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓനടിപൊളിയാണ്. നമുക്ക് ഇതിനൊക്കെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് ആണെങ്കിലും നിങ്ങൾക്ക് കാണാം ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നേരെ ഒരുപാട് വലിയ പാർക്കാണ്. പിന്നെ ഇങ്ങോട്ടാണെങ്കിലും വലിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടും പാർക്കാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യും. അത് നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് മാറും. എല്ലാം നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിലായിട്ട് മാറുന്നേ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ 3-4 കളറൊക്കെ വരും. റെഡും ഒക്കെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം ഒരു നല്ല രസമുള്ളൊരു സംഭവമാണത്. അപ്പം ഈ ലോങ് ആയിട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വി ഷേപ്പിൽ കാണുന്നില്ലേ, അത് ഇവിടത്തേക്ക് വരാനുള്ള നടപ്പാതയുടെ ചുറ്റും വെച്ചുള്ള ലൈറ്റാണ്. ലൈറ്റ് കൊണ്ടൊരു എന്താ പറയുക, പൂന്തോട്ടം തന്നെയാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചേക്കണത്. പിന്നെ റിപ്പബ്ലിക് ഡേയുടെ അടുത്തുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, നല്ല ക്രൗഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം കണ്ടതിന് ശേഷം അണ്ടർപാസിൽ കൂടെ തന്നെ തിരിച്ച് വന്ന് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നായിരുന്നു. ഇതിൻ്റെ ഒന്നും ഫുട്ടേജ് എൻ്റെ കയ്യിലില്ല. അന്ന് ആ സമയത്ത് എടുത്ത വീഡിയോസ് ആയ കാരണം കുറേയൊക്കെ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ കാണിക്കാത്തതിന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. തരാ.